നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു പിതാവിന് തുല്യം മരിച്ചവരെ ഉയർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രൻ താനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ബെഥെസ്ദാ കുളക്കരയിലെ 38 വർഷം അവിടെ രോഗിയായി കിടന്ന മനുഷ്യന് ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യം നൽകി. അതൊരു ശനിയാഴ്ച അല്ലെങ്കിൽ ഒരു ശബത്ത് ദിവസമായിരുന്നു. എന്തുകൊണ്ട് ശബത്തിൽ അങ്ങനെ ചെയ്യുന്നു? അതായത് യേശു ചെയ്തത് ഒരു മരുന്ന് ചെയ്യുന്നതിന് തുല്യം, ചികിത്സ ചെയ്യുന്നതിന് തുല്യം ഒരു വൈദ്യൻ്റെ പണി ചെയ്തു എന്നുള്ളതാണ് അവരുടെ ആരോപണം. 38 വർഷമായിട്ട് ദേവാലയത്തിൻ്റെ വളരെ അടുത്തുണ്ടായിരുന്ന ബെഥെസ്ദാ കുളക്കരയിൽ കിടന്ന ഈ പാവം രോഗിക്ക് സൗഖ്യം കിട്ടി എന്നുള്ളത് അവർക്ക് വിഷയമല്ല. യേശു ശബത്തിൽ ഒരു വൈദ്യൻ്റെ ജോലി ചെയ്തു എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. അതിന് മറുപടിയായിട്ട് യേശു പറയുകയാണ്, എൻ്റെ പിതാവ് ഇന്ന് വരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവിന് ശനിയാഴ്ചയെന്നോ ഞായറാഴ്ചയെന്നോ അല്ലെങ്കിൽ ശബത്തെന്നോ ആഴ്ചവൃത്തിനോ 1-ാം ദിവസമെന്നോ ഒന്നും വേർതിരിവില്ല. പിതാവ് മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സകല ജീവജാലങ്ങളുടെയും കാര്യത്തിൽ, അവയുടെ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു അങ്ങനെ പറഞ്ഞല്ലോ, ആകാശത്തിലെ പറവയെ നോക്കുക, നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അപ്പോൾ സകല നക്ഷത്രങ്ങളെയും, സകല കടലിനെയും കരയെയും, സകല ജീവജാലങ്ങളെയും ശനിയാഴ്ച അവധി എടുക്കാതെ പിതാവ് നോക്കി നടത്തുന്നു. യേശു പറയുകയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ പിതാവ് ഇന്ന് അവർ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. യേശു ആ മനുഷ്യന് വാസ്തവത്തിൽ ശനിയാഴ്ച ദിവസം, ശബത്തിൻ്റെ ദിവസം ശരിയായ ഒരു സ്വസ്ഥത നൽകുകയാണ് ചെയ്തത്. ആ മനുഷ്യൻ സ്വസ്ഥതയില്ലാതെ ആ ബെഥെസ്ദാ കുളക്കരയിൽ കിടക്കുകയാണ്. വാസ്തവത്തിൽ അവന് മനസ്സിന് സന്തോഷമായി, അവന് ശരീരത്തിന് സുഖമായി, അവന് സ്വസ്ഥതയുണ്ടായി. അതിൽ യഹൂദ പ്രമാണികൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. പക്ഷെ അവർ യേശു ഒരു വൈദ്യൻ്റെ പണി ചെയ്തു എന്ന് പറഞ്ഞാണ് യേശുവിൻ്റെ നേരെ വരുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, എൻ്റെ പിതാവായ ദൈവം ഇന്നുവരെ രാപകൽ സകല ദിവസങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തന നിരതനായിരിക്കുന്നു. പിതാവ് ചെയ്ത് കാണുന്നതാണ് ഞാനും ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരേറെ ക്ഷുഭിതരായി. അപ്പോൾ 2 ചാർജുകളാണ് യേശുവിനെതിരെ അവരിപ്പോൾ പറയുന്നത്. ഒന്ന്, ശബത്തിൽ ചികിത്സ ചെയ്തു, ശബത്തിൽ സൗഖ്യം നൽകി. 2, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് ദൈവത്തോട് സമനാക്കി. അപ്പോൾ അവർ യേശുവിനെ ഉപദ്രവിക്കാനായിട്ട് തയ്യാറായി. അപ്പോഴാണ് യേശുക്രിസ്തു വീണ്ടും വളരെ വ്യക്തമായിട്ട് താനും പിതാവും ഒന്നാണ്, അല്ലെങ്കിൽ താൻ പിതാവിന് സമനാണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ യേശു പറയുകയാണ്, പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുള്ളതുപോലെ ഞാനും മരിച്ചവരെ ഉയർപ്പിക്കുന്നു. യേശു ഉദ്ദേശിച്ചത് പഴയ നിയമത്തിലെ 2 സംഭവങ്ങളാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഏലിയാവ് താമസിച്ച സാരെഫാത്തിലെ വീട്ടിൽ അവളുടെ ഏകമകൻ, വിധവയുടെ ഏകമകൻ മരിക്കാനിടയായി. ഏലിയാവ് ആ കുഞ്ഞിന് ജീവൻ കിട്ടാൻ വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ആ കുഞ്ഞിന് ജീവൻ നൽകി. അതുപോലെ ഏലീശയുടെ കാലത്ത് ഏലീശയെ ഇടയ്ക്ക് ക്ഷണിക്കുകയും താമസിപ്പിക്കുകയും ചെയ്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ശൂനേംകാരി, ശൂനേം എന്ന സ്ഥലത്ത്. അവളുടെയും മകൻ മരിച്ചു. എലീശ പിതാവായ ദൈവത്തോട് ആ കുഞ്ഞിൻ്റെ ജീവൻ തിരികെ തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എലീശയുടെ പ്രാർത്ഥന കേട്ട് ശൂനേംകാരിയുടെ ആ കുഞ്ഞിന് കർത്താവ് ജീവൻ തിരികെ നൽകി. അങ്ങനെ ഏലിയാവിൻ്റെയും എലീശയുടെയും കാലത്ത് പിതാവായ ദൈവം ചെയ്തതുപോലെ തന്നെ ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കുമെന്നാണ് യേശു പറയുന്നത്. കാരണം പിതാവിന് തുല്യം ദൈവമാണ് താൻ. യേശു വെറുതെ അത് പറയുക മാത്രമല്ല, നയീം പട്ടണത്തിലെ വിധവയുടെ ഏകജാതനായ മകനെ അടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ശവമഞ്ചത്തിൽ ചെന്ന് തൊട്ട് ഉയർപ്പിച്ചു.
യായിറോസിൻ്റെ 12 വയസ്സുള്ള പള്ളിപ്രമണിയായ യായിറോസിൻ്റെ 12 വയസ്സുള്ള ഏകജാതയായ മകളെ കർത്താവ് ഉയർപ്പിച്ചു. അതുപോലെ മരിച്ച് 4 നാളായി കല്ലറയിൽ നാറ്റം വെച്ചിരുന്ന ലാസറിനെ യേശു ഉയർപ്പിച്ചു. വാസ്തവത്തിൽ ഇതെല്ലാം യേശു ചെയ്തത് താൻ പിതാവിന് തുല്യം ദൈവമാണ് എന്ന് തെളിയിക്കാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവിനോടുകൂടെ സ്വർഗത്തിൽ അധികാരം നടത്തിയിരുന്ന പുത്രൻ തമ്പുരാൻ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഈ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് ഒരു ചോരക്കുഞ്ഞായി ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷബന്ധമില്ലാതെ പിറന്നു വീഴുകയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും തനിക്കറിയാമെന്ന് തെളിയിച്ച് 30 വർഷം ഒരു സാധാരണ തൊഴിലാളിയെപ്പോലെ ജീവിക്കുകയും 3.5 വർഷം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ശിഷ്യരോടൊത്ത് മാനസാന്തര പ്രസംഗം നടത്തി ജീവിക്കുകയും ചെയ്ത യേശു പിതാവ് മരിച്ചവർ ഉയർപ്പിച്ചതുപോലെ മരിച്ച 3 ആളുകൾ ഉയർപ്പിച്ചതായിട്ട് വ്യക്തമായി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കാൻ യേശു ദൈവമാണ്, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ മനുഷ്യനായി വന്നതാണ്, നമ്മുടെ നരകയെ മേൽക്കാൻ വന്നതാണ്, നമ്മെ സ്നേഹിച്ചുകൊണ്ട് വന്നതാണെന്ന് മനസ്സിലാക്കി യേശുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. നമ്മുടെ ശ്രോതാക്കൾക്ക്, ഇതുവരെ യേശുവിനെ കൈക്കൊള്ളാത്ത ആളുകൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.